നമസ്കാരം. കേരളത്തിൽ ഏറ്റവും അധികം ട്രോളുകൾക്ക് വിധേയമാകുന്നത് BJP-യുടെ നേതാക്കളാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു സംഘവിരുദ്ധമായ പൊതുബോധം നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ട് തന്നെ BJP നേതാക്കൾ എന്ത് പറഞ്ഞാലും അവർ പറയുന്നത് ശരിയാണെങ്കിൽ കൂടി അതിലെ നാക്കുളുക്ക് കണ്ടുപിടിച്ച് അവരെ അപമാനിക്കുന്നതിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റാൻ നമ്മുടെ സോഷ്യൽ മീഡിയ ശ്രമിക്കാറുണ്ട്. അമ്പ്രാനെന്ന് വിളിച്ചിരുന്ന വിവരം കെട്ട കുറുമ്പന്മാര് ഇനി എന്നെ മൈൻഡ്. BJP നേതാക്കൾ പറയുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തങ്ങൾ മണ്ടത്തരങ്ങൾ പറയുന്ന പല CPM നേതാക്കളും ഉണ്ടായിട്ടും അതുകൊണ്ട് തന്നെ താൻ കയറി വന്ന് എന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ്. അതൊന്നും ട്രോളിനിരയാവുകയോ അത്തരം അഭിപ്രായങ്ങളുടെ പേരിൽ ഇവർക്കൊന്നും ഇരട്ടപ്പേര് കിട്ടുകയോ ചെയ്യാറില്ല. നീ അല്ലേലും മനസാക്ഷിയില്ലാത്തവനാണ്. എന്നാൽ ഒരുമാതിരിപ്പെട്ട BJP നേതാക്കൾക്കെല്ലാം സോഷ്യൽ മീഡിയ ഇരട്ടപ്പേര് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയ ഇരട്ടപ്പേര് കൊടുത്ത ഒരു BJP നേതാവാണ് B. ഗോപാലകൃഷ്ണൻ. ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഇവിടെ ബീഫ് നിരോധിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്കൊക്കെ ഇത്ര ബുദ്ധിമുട്ട്? സൗദി അറേബ്യയിൽ ഒട്ടകവും നിരോധിച്ചിട്ടുണ്ടല്ലോ എന്ന്. ഒട്ടകത്തിന്റെ ഇറച്ചിയാവുമ്പോ നല്ല രുചിയാണ്. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ? കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി? ഗോപാലകൃഷ്ണൻ അത് തിരുത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ മക്കയിലെ കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്, അത് സൗദി എന്നായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ന്യായീകരിച്ചു. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അവനെ 10 ഊരി അടിക്കണമെന്നാണ് താർ മരുഭൂമിയിലെ നിയമം. അതെന്തുമാവട്ടെ, അന്ന് മുതൽ അദ്ദേഹത്തിന്റെ പേര് ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്നായി. സാർക്ക് ഇപ്പിടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു, ഒരു പോലീസുകാരനും പറഞ്ഞില്ല. എപ്പോഴും B. ഗോപാലകൃഷ്ണനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒട്ടകം ഗോപാലകൃഷ്ണൻ അഭിസംബോധന ചെയ്യുന്നത് രീതിയായി മാറി. അങ്ങേക്കൊരു ഇരട്ടപ്പേരുണ്ട്, പിന്നെ ഒട്ടകം. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രോളൻ പശ്ചാത്തലമാണ്. എന്നാൽ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം വിശേഷിപ്പിക്കാമോ? സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. അതാണ് റിപ്പോർട്ടർ ചാനൽ നടത്തിയത്. റിപ്പോർട്ടർ ചാനലിൽ ഉത്തരവാദിത്വമില്ല നമുക്കറിയാം. വ്യാജ വാർത്തകളുടെ ഒരു ഘോഷയാത്ര തന്നെ അവർ കൊണ്ടുവരാറുണ്ട്. അവരുടെ മുതലാളിമാരുടെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ആ റിപ്പോർട്ടർ ചാനലിന്റെ ലക്ഷ്യം. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അതിനുവേണ്ടി അവർ ഏതറ്റം വരെ പോകും. അതിനുവേണ്ടി അവർ നിരപരാധികളെ പ്രതികളാക്കും. ഇതൊക്കെ നമ്മൾ കണ്ടതും അനുഭവിച്ചതുമാണ്. ഡോക്ടർ അരുൺകുമാർ എന്ന പ്രഗത്ഭന്റെ രാവും പകലുമില്ലാത്ത അധ്വാനം കൊണ്ട് മാത്രമാണ് റിപ്പോർട്ടർ ചാനൽ ഇത്രയേറെ ശ്രദ്ധ നേടുന്നത്. അരുൺകുമാറിനോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവിനെ നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. എല്ലാം വിധിയുടെ വിളയാട്ട്. റിപ്പോർട്ടർ ചാനലിന്റെ ഏക പരിമിതി എന്ന് പറയുന്നത് അതിന്റെ പ്രധാന മുതലാളി ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന വിവരക്കേടുകളാണ്. എന്തായാലും റിപ്പോർട്ടർ ചാനൽ ഇന്നലെ ഗോപാലകൃഷ്ണന്റെ പത്രസമ്മേളനം ലൈവ് ചെയ്തപ്പോൾ ഒട്ടകം ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു എന്നാണ് കൊടുത്തത്. നമുക്ക് അതിൽ ഒട്ടകമാണ് കൂടുതൽ ഫേമസ്. അതെ, വിശ്വസിക്കാൻ കഴിയുമോ? ഒരു മാധ്യമ സ്ഥാപനം, കൈരളി മീഡിയ വൺ പോലും ചെയ്യാത്ത പണി. മീഡിയ വൺ എന്ന് പറയുന്നത് കടുത്ത സംഘവിരുദ്ധ നിലപാടുള്ള ചാനലാണ്. കൈരളി എന്ന് പറയുന്നത് CPM-ന്റെ ഔദ്യോഗിക ചാനലാണ്. അവർ പോലും ചെയ്യാത്ത പണി റിപ്പോർട്ടർ ചാനൽ കാട്ടി. ഒരു ചാനലിനും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇത് ട്രോളാണ്, ട്രോള് വാക്കാണ്. ഒട്ടകം ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. ആലോചിച്ച് നോക്കിയേ. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ.